ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് കുറച്ച് ക്ലാനിലൊക്കെ ജോയിൻ ചെയ്തിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ആ ക്ലാനുമായിട്ട് കുറച്ച് ക്രൈം ഒക്കെ ചെയ്യാൻ പോകണം ഗൈസ്. അപ്പം ഞങ്ങൾ കണ്ടോണം ഗൈസ്, ഞങ്ങൾ എന്തൊക്കെ ക്രൈമാണ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഗെയിം ഈസ് സ്റ്റാർട്ട്. ഗൈസ്, നമ്മൾ നമ്മുടെ ചങ്ങായിമാരുമായിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളിനിയും കാറിലൊക്കെ കയറി സെറ്റപ്പായിട്ട് പോകാൻ പോകണം ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, എൻ്റെ കാറാണ് ഗൈസ്, നിങ്ങൾ കണ്ടോ ഗൈസ്? എങ്ങനെയുണ്ട് ഈ മോഡിഫിക്കേഷൻ? എങ്ങനെയുണ്ട്? സീനല്ലേ? സീനാണെങ്കിൽ ആ ലൈക്ക് ഒന്ന് ഇട്ടേക്കണേ. സെറ്റ് വണ്ടിയല്ലേ ഗൈസ്? പുള്ളിയല്ലേ? ഉമ്മാരുടെ വണ്ടിയൊക്കെ കണ്ടോ ഗൈസ്? എല്ലാം ഉണ്ട് ഗൈസ്. നമ്മുടെ ബോൾഡ് GTR ഒക്കെ ഉണ്ട് കണ്ടോ ഗൈസ്? എല്ലാവരും ഫുൾ സെറ്റപ്പായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഗണ്ണൊക്കെ എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുവാണ്. ഭയങ്കര സെറ്റപ്പാണ് ഗൈസ്. എന്ത് പറയാനാ ഗൈസ്, നല്ല സെറ്റപ്പാണ്. പിന്നെ മൊത്തം ഭായിമാരെ ഗൈസ്. ഞാനങ്ങനെയൊക്കെ ഹിന്ദി അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ് ഉമ്മാരെ ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് വെടിവെക്കാൻ ഉടനെ ഇറങ്ങാം ഗൈസ്. ഇവന്മാരെയൊക്കെ ഒന്ന് ഗെറ്റപ്പ് ആകട്ടെ. ഫസ്റ്റ് നമ്മൾ ഉമ്മാരുമായിട്ട് കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്യുവാണ്. എടാ എന്തോടെ ചെയ്യുന്നത് ഗൈസ്? എടാ ബൈക്ക് ആക്കറേ വണ്ടി കൊണ്ട് ഇടിക്കുവാണ് ഗൈസ് ഇവന്മാർ. എന്നിട്ട് ഈ പിങ്ക് കളറിലെ വണ്ടി ഓടിക്കുന്നതാണ് എൻ്റെ കൂട്ടുകാരൻ ഗൈസ്. ഒരു സൂപ്പർ കാറില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് എൻ്റെ കൂട്ടുകാരൻ. ആ സൂപ്പർ കാർ ഓടിക്കുകയാണ് എൻ്റെ കൂട്ടുകാരൻ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാനിൽ ചേരണമെങ്കിൽ നിങ്ങൾ ഞാൻ ലാസ്റ്റ് ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ഗൈസ്. ലാസ്റ്റത്തെ നമ്മളെ എപ്പിസോഡ് ഈ വീഡിയോ തീരാൻ പോകുമ്പം ലാസ്റ്റ് ആ വീഡിയോ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലായല്ലോ. അപ്പം ഞാൻ നിങ്ങളെ ഒത്തിരി പറഞ്ഞൊന്നും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കെന്നാ ആ ക്രൈമിലേക്ക് നമുക്ക് ഇടന്നേക്കാം. അപ്പം ഞാനിവിടെ എൻ്റെ വണ്ടി സ്പോൺ ചെയ്തിട്ടുണ്ട്. കൊക്കക്കോളയാണ് വണ്ടി മോഡിഫിക്കാത്തതൊക്കെ കണ്ടോ ഗൈസ്. അപ്പം നമ്മൾ നേരെ അവന്മാരുടെ അടുത്തോട്ട് പോകണം ഗൈസ്. ഞാൻ എത്തിയാൽ മതി ഗൈസ്. ഇവിടെ എൻ്റെ എതിരാളി ഇവിടെ എൻ്റെ എതിരാളി ഉണ്ട് ഗൈസ്. എതിരാളി അവനെ പിടിക്കണം. എൻ്റെ കൂട്ടുകാരൻ വേണ്ട പോകുന്നു ഗൈസ് വണ്ടിയിൽ. എൻ്റെ ക്ലാൻ്റെ എൻ്റെ കൂട്ടുകാരനാണ്, ഭായിയാണ്, ബംഗാളി തന്നെ ഗൈസ്. നിർത്താം. അവനെ പിടിക്കണം. ബൈ ജൽദി ചലോ. അവിടെ വെടി വെക്കണോ ഗൈസ്? അവനെ വിടത്തില്ല. അവനെ വിടത്തില്ല. അവിടെ കിട്ടുന്നു വെച്ച് നോക്കണേ. നിൽക്കണം കാണിച്ചു തരാം. അവൻ അങ്ങനെ വിട്ടാപ്പെടുത്തില്ല ഗൈസ്. മുമ്പ് എന്നെ വെടി വെച്ച് ഒരു കാരണമില്ല, ചുമ്മാ വെടി വെച്ച് ഗൈസ്. നമ്മൾ വിട്ടു കൊടുക്കും ഗൈസ്. നമ്മൾ പറയുമല്ലോ, ഗ്യാങ്സ്റ്റർ അല്ലേ, കുറച്ച് ക്രൈമൊക്കെ ചെയ്യണ്ടേ. അവനെന്തി ബൈ കാത്തൊക്കെ ഇതറോ. കാറേ ഗൈസ്, രക്ഷപ്പെടാൻ പേടിച്ച് പോയി ഗൈസ്. പാവം പേടിച്ചോടുന്നുണ്ടില്ലേ. അവനെ വെടി വെച്ചിട്ട് കിട്ടുന്നുള്ളൂ ചെറുക്കനെ. എന്നെ കൈ കിട്ടുമല്ലോ. ശരിയൊക്കെ എത്തും പോയോ പക്ഷേ. എടാ എന്നെ വെടി വെക്കാടാ. നമുക്ക് നോക്കാം. എടാ മെഡിക്കറ്റ് കയറടാ, എല്ലാം തീർന്നു. ഞങ്ങളെ മെഡിക്കറ്റൊക്കെ ഇടും ഗൈസ്. യവൻ പറഞ്ഞിരിക്കുന്നത് ഇവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നൊക്കെയാണ്. നമുക്ക് ഇവൻ്റെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഇവൻ ബായാണ് ഗൈസ്. എങ്ങനെയൊക്കെ അവനെ ഹിന്ദി പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് ഗൈസ്. നമ്മളപ്പം ഇവൻ്റെ വീട്ടിലോട്ട് പോകണം ഗൈസ്. ഉള്ളതാണോ നിൻ്റെ വീടൊക്കെ ഉള്ളതാണോടെ? കൊണ്ടുപോകണം എന്നെ. അതിൻ്റെ മെഡിക്കേറ്ററാ നീട്ടെ. അതിൻ്റെ എല്ലാത്തിനെയും വെലുത്ത് ഇവൻ വെടി വെച്ച് മറ്റവനാണെങ്കിലാ ഗസ്. മറ്റവനാണെങ്കിൽ ചുമ്മാ ഒന്ന് ഗസ് വെടി വെച്ച്. അപ്പം ഞാൻ വിടാതിരിക്കുമോ? ഇതിനാരാണ് ഗസ്? നമുക്ക് ഇവനെ വെടി വെച്ച് വന്നേക്കാം. നമ്മളവനെ വെടി വെച്ച് അങ്ങ് തീർക്കും ഗസ്. അവനെ വെടി വെച്ച് തീർത്തിട്ടുണ്ട് ഗസ്. നമ്മുടെ ക്ലാനല്ലേ, നമ്മുടെ വണ്ടി എടുത്തു വന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് ഗസ്. വിട്ടുകൊടുക്കോ വെടി വെച്ച് ഗസ്. വാ ഇരിക്കി വണ്ടി ഓടിക്കും. ഡ്രൈവ്. സിഗരറ്റ് ഉണ്ട്. യവന്മാരെല്ലാം കൊണ്ട് ഇവൻ്റെ വീട്ടിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഗസ്. എന്നാ ചെയ്യാനാ, നല്ല വീടായിരിക്കും ഇവൻ്റെ. നോക്കാം. ഞാൻ ഇവൻ്റെ ആദ്യമായിട്ടാണ് ഇവൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഇന്നാണെന്ന് ക്ലാനിൽ കയറുന്നത് തന്നെ. എൻ്റെ ഗ്യാങ്ങിനൊന്ന് മര്യാദയ്ക്കൊന്ന് കയറുന്നുള്ളൂ ഗസ് ഇന്നലെ. ഇന്നലെ ഇവനെ കണ്ടില്ലായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴാണ് കണ്ടത് ഇവനപ്പം ടെലിഗ്രാം മെസ്സേജ് അയച്ചായിരുന്നു കളിക്കാൻ കറന്ന്. അവൻ്റെ വീടെത്തി ഗസ്. ഇതാണ് അവൻ്റെ വീട്. മസ്റ്റ് വീടല്ലേ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്. ഇവൻ്റെ വീടൊക്കെ ഗൈസ് കൊള്ളാം. ഇവൻ പറഞ്ഞിരിക്കുന്നത് പാർക്ക് ചെയ്യുന്ന വണ്ടിയാണ് ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട്.
അങ്ങനെ പാനിപ്പൂരി ബംഗാളിലുണ്ടായവൻ എടാ വെടിവെച്ച് കുളമാക്കാടേ വീഡിയോ തുറക്കാടേ എന്താണ് കേസ് വെടിവെച്ച് അങ്ങ് പൊളിക്കുക എടാ വെടിവെച്ച് വിളിക്കാടേ ഞാൻ ഡോറൊക്കെ തുറന്നു വരത്തില്ലേടേ എന്തുവാടേ വൈ അങ്ങോട്ട് കയറ് ചെറുക്കൻ ഡോറടയ്ക്കാൻ പറയുവാണ് ഡോറടയ്ക്കാം പക്ഷേ ഇതെന്താ പ്രശ്നം ഇതാണ് എൻ്റെ പ്രശ്നം കേസ് തെറ്റിപ്പോയി ഹലോ ഡോറടിക്കാം കേസ് നമ്മുടെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ട് ഡോറടിച്ചിട്ടുണ്ട് ഇതോടെ നമുക്ക് ഇവിടെ ഒളിച്ചിട്ടുണ്ടെന്ന് കാണിക്കണ്ടി നമുക്ക് എടാ എടാ അവിടെ നമ്മുടെ വീടിൻ്റെ പുറത്ത് ആണ്ട് വന്നോണ്ടാ എടാ ആരുടെ അവിടെ നിൽപ്പുള്ളൂ ഞാൻ വന്നോളാം ആങ്കിലും ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ല തോന്നായിരിക്കും കേസ് തോന്നിയായിരിക്കും കേസ് നമുക്ക് പുതിയ മെത്തയായിക്കൊണ്ട് സെറ്റ് വീടല്ലേ കേസ് നമ്മുടെ എൻ്റെ സെറ്റ് വീടാണ് ഈ ബാഗിലാണ് എടാ 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 ആരണ്ട് വരുന്നു ബൈ ബൈ കോയി ആറയ്യേ ബൈ ആരണ്ട് വരുന്നുണ്ട് ഇത് ആരണ്ട് വരുന്നുണ്ട് ആറാ അത് ഡോർ ബൈ ഡോർ തുറക്കാം ഡോർ കോല്ലെങ്കിൽ ചില കോലത്തെ നമുക്ക് ഡോർ തുറക്കാം കണ്ണ് കൂടെ പിടിച്ചേക്കാം കേസ് ഉമ്മാര് ഭയങ്കര സീനാണ് കേസ് ഡോർ തുറക്ക് ആ കേസ് ഡോർ പറഞ്ഞു ഇറങ്ങും പോയി ഇറങ്ങും എനിക്ക് ഒറ്റക്ക് പേടിയാ എനിക്ക് പേടിയാ മച്ചി എന്ത് എടാ ഓടി വേണം ഇങ്ങോട്ട് എനിക്ക് പേടിയാളാ ബായ് പുറത്താണ് ബായേ എനിക്ക് പേടിയാ ഒറ്റയ്ക്കിരിക്കാൻ പ്രായമുണ്ട് പ്രായം അപ്പം കേസ് അങ്ങനെ ഞാൻ വേറെ കേസ് അപ്പം അവിടെ ഭയങ്കര വെടിവെപ്പും കറങ്ങുമായിരുന്നു കേസ് ഞാനപ്പം മരിച്ചു പോയി എനിക്കപ്പം വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയില്ല അവിടെ ഞങ്ങളെ കാണിച്ചില്ല വിഷമമുണ്ട് നമ്മൾ താമസിക്കാനാണ് നമ്മുടെ കൂട്ടുകാരെടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേരെയുണ്ട് നമുക്ക് ഒത്തിരി പേരൊന്നും ഇല്ല പറഞ്ഞു പോലെ കേട്ടോ 3 പേരേ ഉള്ളൂ ബാക്കിയവന്മാരൊക്കെ ഓഫ്ലൈൻ എന്നാടാ യുവന്മാരൊക്കെ കൊണ്ട് തോറ്റി എടാ എന്നെ വേണം കൊണ്ടുപോകണം നീയൊക്കെ ഒറ്റക്കണോ മൂന്ന് എടാ എന്നെ വേണം കൊണ്ടുപോകണോ എടാ നീ കയറണം ഞാൻ കയറട്ടെ നിൽക്ക് എൻ്റെ പൊന്ന് പോയ ഒന്ന് നിൽക്ക് ഞാൻ ഒന്ന് കയറട്ടെ ആസാനം ഉണ്ടാവണേ എന്ന് കയറട്ടെ ഓ ഗേസ് ആരും കാണുന്നില്ല പ്രത്യേകിച്ച് നല്ല ഗണ്ണുമല്ലോ ഇതുണ്ടാ കൊള്ളായിരുന്നു ഓ മറ്റോ ആടില്ല കേസ് എന്നാ ചെയ്യാനാ പരസ്യം ഇവിടെ നോക്കിയാലും പരസ്യം ഗേസ് അങ്ങനെ പരസ്യമൊക്കെ പോയി വണ്ടി അമ്മച്ചേ അയ്യോ ഉള്ള കാറ്റോടല്ലോ ഇടിച്ചു വരടാ ഓ യവനെയൊക്കെ വിശ്വസിച്ച് വണ്ടി ഇരിക്കുന്ന എന്നെ വേണം പറയാൻ ഓ അമ്മച്ചി ഇത് അടുത്ത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അയ്യോ രസിക്കണേ അയ്യോ അമ്മച്ചി അയ്യോ വണ്ടി കുടിഞ്ഞ് സ്ലോ മോഷനൊക്കെയാണ് 10 മീറ്റർ ഡയമണ്ടൊക്കെയാണ് അമ്മച്ചി എവിടെയാണ് അവിടെ വെടിവെക്കുന്ന ആൾക്കാർ നമുക്ക് തന്നെ കണ്ടുപിടിച്ച് വെടിവെച്ചങ്ങ് തീർത്തേക്കാം അമ്മച്ചി എടാ എങ്ങനെയൊക്കെ കൊണ്ട് സാറില്ല സ്റ്റണ്ടൊക്കെ മാസ്കൊക്കെ കാണിക്കണ്ടേ വണ്ടിയൊക്കെ എടുത്ത് സെറ്റപ്പായി മാസ്കൊക്കെ കാണിച്ച് ഓടിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഗ്യാങ്ങാ നമ്മൾ ചുമ്മാ സെറ്റപ്പല്ലേ സെറ്റപ്പാകാതിരിക്കുമോ ആ ഡ്രിഫ്റ്റ് കൊള്ളാം സെറ്റപ്പാ ഇവിടെ വെടിവെപ്പ് ഇവിടെ വെടിപ്പില്ല വണ്ടി ഇതാണ് അവൻ്റെ വീടാണ് മറ്റവൻ്റെ ഫസ്റ്റ് കാണിച്ച ക്രിസ്മസ് ഒപ്പൻ്റെ ഡ്രസ്സ് ഇട്ടവനല്ല വേറൊരുത്തനുണ്ട് രണ്ടാമത്തവൻ്റെ വീടാണിത് സെറ്റപ്പ് വീടല്ലേ ഗേസ് നമ്മളിവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണം ഗേസ് എടാ എന്നെ ഇറങ്ങി വാ ഓടിക്കാം ഓ എടാ നല്ല സൗണ്ട് ആയിരുന്നു മറ്റേ വാട്ടർഫോള് നല്ല വാട്ടർഫോള് ഗേസ് എടാ തുള്ളിക്കോ എനിക്ക് കയറാൻ പറ്റുന്നില്ല നിൽക്കാവിടെ ഞാൻ കയറിട്ട് എടാ എനിക്ക് കയറാൻ പറ്റുന്നില്ല ഇതിനകത്ത് ഇത് തെറിച്ച് കൂടാൻ ഡാൻസ് കളിക്ക് പൊളി ഡാൻസ് കളിക്കടാ എടാ നീയൊക്കെ ഡാൻസ് കളിക്കടാ അങ്ങനെ അങ്ങനെ ഇപ്പം നമ്മുടെ പാട്ടും കൂത്തൊക്കെ അവസാനിച്ച് നമ്മൾ നേരെ ഇവരെ വീടിൻ്റെ അത്ര കയറുവാണ് നമ്മൾ നേരെ ടെറഫിന് മുന്നിട്ട് വന്നിട്ടുണ്ട് എന്ത് രസം കാണാം ആ 3 ഗ്യാങ്സ്റ്റേഴ്സ് നമ്മൾ 3 ഗ്യാങ്സ്റ്റേഴ്സ് എടാ ആകാശത്തോട് ഓടി വെക്കടാ भाई आसमान में शूट करो भाई आसमान में शूट करो वीडियो को भैया हमारे वीडियो को शूट करो आसमान में शूट करो നല്ല രസമുണ്ട് കേസ് കാണാൻ ഒരു കുഴപ്പമില്ല നല്ല രസമുണ്ട് സെറ്റപ്പല്ല കേസ് നമ്മളങ്ങനെ ഒരു ഗ്യാങ് ചേർന്നിരിക്കുന്നു കേസ് ആദ്യമായിട്ട് ഞാനൊരു ഗ്യാങ് ചേർന്നത് എനിക്ക് നേരത്തെ ഗ്യാങ് ഉണ്ടായിരുന്നു പക്ഷേ താരില്ലായിരുന്നു നല്ല രസമുണ്ട് വെടി വെക്കണം അല്ലേ വേണ്ട ഇത്രയും വെടിയൊന്നുമില്ലല്ലോ വെടി ഇങ്ങനെ നമുക്ക് കൂട്ടി വെച്ചേക്കാം എങ്ങാനും ആൾക്കാരെ തന്നെ വന്നാൽ വെടി ചേർക്കണ്ട അമ്മാനെ നമ്മളെ സെറ്റല്ലേ ആരുണ്ട് നമ്മളെ കൊന്നറോ ആരുടെ കൊന്ന് ഇപ്പം തന്നെ കൊന്നത് ഇവൻ്റെ കൈ തട്ടി അറിയാതെ നമ്മളെ കൊന്നിട്ട് പോയി
നമ്മൾ പിന്നെ നമ്മുടെ നേരെ ഗ്യാങ്സ്റ്ററിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ബ്ലാക്ക് വണ്ടിയാണ് മാറെ എൻ്റെ വണ്ടി ഏറ്റവും കൂടുതൽ മോഡിഫിക്കേഷൻ ഉള്ളത് ഗൈസ്. സെറ്റപ്പ് വണ്ടി നമ്മൾ സെറ്റപ്പ് അല്ലേ. പിടിച്ചങ്ങോട്ട് കയറ്റാറാവും അത്ര നേരമായി. അപ്പം ഗൈസ് നമ്മളിവിടെ വണ്ടി എടുത്തിട്ടുണ്ട്. മറ്റേ ബോയ് ഒരു വണ്ടി എടുക്കാൻ പോകുന്നത് ഗൈസ്. ഗൈസ് മുമ്പിൽ നിൽക്കുന്നുണ്ടോ ഗൈസ്? ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഒരു കാർ എടുത്തിരിക്കുകയാണ് ഗൈസ്. സോറി ഗൈസ് ചുമച്ചതിന് ഗൈസ്. പക്ഷേ നമുക്ക് നടുക്ക് ഇരിക്കാം ഗൈസ്. നമുക്ക് നടുക്ക് വണ്ടി ഓടിക്കാം ഗൈസ്. നമ്മുടെ വണ്ടി ആയിരുന്നു മോഡിഫിക്കേഷൻ. അപ്പം ഗൈസ് നമ്മുടെ വണ്ടി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാമാരെയും ഇന്ന് വെടിവെച്ച് തീർത്ത് തരിപ്പണമാക്കാൻ കളഞ്ഞ് വിളിഞ്ഞ് എല്ലാത്തിനും ആക്കാനായിട്ട് നമ്മളിത് ഇറങ്ങുന്നു ഗൈസ്. എൻ്റെ പുറം പൊളിഞ്ഞ് ഗൈസ്. അമ്മാതിരി ഇടിയാണ് ഇടിക്കുന്നത് ഗൈസ്. ഇടാ മര്യാദയ്ക്കിടാം വണ്ടി എടുക്കാം. പാടാം വണ്ടി എടുക്കടാ. അവൻ പരസ്യത്തിലായി. അപ്പം ഗൈസ് നമ്മുടെ ആ സ്ഥലം എത്തി. വെടിവെച്ച് എല്ലാമാരെ തീർക്കാനുള്ള സ്ഥലം. അങ്ങോട്ട് നമ്മളിന്ന് ആ വണ്ടി കാലെടുത്ത് വെച്ച് കയറ്റാൻ പോകുന്നത് ഗൈസ്. എല്ലാവരും ഉണ്ട്. ഇവൻ്റെ അടിച്ച് പൊളിക്കണം ഗൈസ്. വണ്ടി നിർത്തടാ എടാ അടിച്ചു പൊടിക്കണം ഇവനാ. പിടിയാ ഗൈസ്. വെടി വെക്കോ അതിനകത്ത് ഇത് തീർന്നു. ബുള്ളറ്റ് തീർന്നു ഗൈസ്. വേറെ തോക്കടേ. നമ്മളിങ്ങനെ വെടി വെച്ച് കൊല്ലാൻ പോണി. ഇവനാണ് വെടി വെക്കണത്. എടാ എന്നെ കൊണ്ടുപോടാ മച്ചി. എന്നെ അവന്മാർ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. എന്നെ അവസ്ഥയാണ്. എന്നെ വെടി വെക്കാൻ നിർത്താൻ രക്ഷക്കടാ. പൊട്ടാ നോക്കി നിൽക്കുന്ന ഓടറാ ഗൈസ്. ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടുക. വാ ഇനിയും പാടാ നമ്മുടെ ഗ്യാങ് ഒക്കെ പറയും വരുന്നുണ്ടല്ലോ. ഇനിയും കാണിച്ചു തരുമോ? അതുപോലെ കൊല്ലാൻ പോകണം ഗൈസ്. ഈശ്വര പനിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. എനിക്ക് പനിയാണ്, സോറി ഞാൻ ചോദിച്ചതിനൊക്കെ. നമ്മളിന്ന് എന്നെ വെടിയേക്കാൻ പോകണം. കേട്ടോ എന്ത് ചെയ്യും തോക്കും തീ അവിടെ കുറേ നേരം അവർ തുടങ്ങിയിട്ട് അവനൊന്ന് വെടിവെച്ച് കൊല്ലാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓർക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വെടിവെച്ച് നമ്മൾ വെടിവെച്ച് സത്യത്തിൽ കൊല്ലാൻ പോകണം. ഇപ്പം കൊല്ലാൻ പോകണം. ഇനി ഇന്ന് കഥ തീർക്കും ഗൈസ്. ഇനി കഥ തീർക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളെ കഥ തീർക്കും ഗൈസ്. ഇന്ന് നമ്മളെ വണ്ടിയാട്ടം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അവൻ്റെ ഇന്ന് നെഞ്ചും കൂടി തകർത്തിട്ടാണെങ്കിൽ നമ്മളിന്ന് ജയിച്ചിരിക്കും. നോക്കി ഗൈസ്. ഞാൻ പറഞ്ഞ പാടില്ല. നോക്കിക്കോ നമ്മളിന്ന് ഇടിച്ചു തെറിപ്പിക്കാൻ പോകുന്ന ഗൈസ്. എടാ എങ്ങോട്ടാണ് ഇത് ഗൈസ്? ഞാൻ വെടി വെക്കട്ടെ. കേട്ടോ നിൽക്കണം നീ കുറേ നേരമാണ് നീ തുടങ്ങിട്ടോ അവൻ വണ്ടിയുടെ പുറകെ വിളിച്ചിരിക്കുന്നു ഗൈസ്. നിന്നെ അങ്ങനെ വിടുവോ? നിന്നെ അങ്ങനെ വിടുവോ? ഞങ്ങൾ നിന്നെ അങ്ങനെ വിടുവോ ഗൈസ്? നമ്മൾ നല്ലപോലെ സർവീസ് കിട്ടുന്നു ഗൈസ്. ഓക്കെ ഗൈസ്. ഇവനെ ഇപ്പം ഗൈസ് നമ്മൾ എങ്ങനെ വിടത്തില്ല ഗൈസ്. ഇവൻ ഇങ്ങനെ വിടത്തില്ല. അങ്ങനെ വെറും കയറത്തില്ല. ഓടുന്നതാ അവനെ പിടിക്കും. അവനെ പിടിക്കും. വെടിയോക്കടാ. അവനെ പിടിക്കും. അത്ര പേരുടെ ഒരുത്തൻ വെടിയോ കാണുന്നത്. പോട്ടെ അവൻ്റെ ഇന്ന് കഥ തീർക്കട്ടെ. നമ്മളിന്ന് കുറേ നേരം അവൻ തുടങ്ങിട്ടോ അവൻ്റെ പൊടി ഗൈസ്. ഗ്യാങ്സ്റ്റർ ഒന്ന് കാണിച്ചു കൊടുക്കണം. അവനങ്ങനെ ചത്തിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ വർക്ക്ഷോപ്പിലോട്ട് കയറണം വണ്ടി ശരിയാക്കാൻ. ഇല്ലെങ്കിൽ തന്നെ ഒത്തിരി പൊടിയും മണ്ണും ചെളിയും ഇടിച്ച് ചാളിയും എല്ലാം ആയിട്ടുണ്ട്. നമ്മളിപ്പം ഇനിയും വണ്ടി എടുത്ത് ഇറങ്ങാൻ പോകുന്നു. ഇനിയാണ് ശരിക്കലത്തെ കളി ഇനി ഗൈസ്. നോക്കിക്കോ ഗൈസ്. നമ്മളിങ്ങനെ വെടിവെച്ച് തീർക്കണേ ഗൈസ്. നമ്മൾ ഒരുത്തരം കൂടെ പിടിക്കുവാണ്. ഓക്കെ ഇവരൊന്ന് വിളിയൊക്കെ. എടാ നമ്മളെ ഒരുത്തൻ ചത്തു ഗൈസ്. ആരാണ് ഗൈസ് ഇത്ര ധൈര്യമുള്ളവൻ നമ്മുടെ ചങ്ങാൻ അടിച്ചിട്ട് പോകുന്നത് ഗൈസ്? അവനെ ഇന്ന് വിടത്തില്ല. അത്ര കഴിയും. അല്ല വേണ്ട ഗൈസ്, അവന്മാരെ വെറുതെ അങ്ങ് കൊല്ലണ്ട. നമ്മളെന്നെ ഇവിടെ വെച്ച് അങ്ങ് നിർത്തുവാണ് ഗൈസ്. വീഡിയോ ഒത്തിരി ലോങ്ങായി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പം ഞാൻ പോവാ. ടാറ്റ.